സഹോദരങ്ങളെ, സാന്ദർഭികമായൊരു വിഷയം അല്പം സൂചിപ്പിക്കാനാണ് ഈ അവസരം ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക. വൻഹർ, നീ ബലിയറക്കുകയും ചെയ്യുക. ബലിപെരുന്നാൾ എന്ന നാമം സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് സമീപത്ത് നിർവഹിക്കുവാനുള്ള മഹത്തായൊരു കർമ്മമാണ് ബലി എന്നത്. ബലിപെരുന്നാൾ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട മഹത്തായ ഒരുപാട് കർമ്മങ്ങളാണുള്ളത്. അതിൽ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ബലിയറക്കുക എന്നത്. സാധാരണ ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യുന്നത് പോലെയല്ല ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിൻ്റേതായ മഹത്വമുണ്ട്, അതിന് നിശ്ചയിക്കപ്പെട്ട നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് അല്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഒരോർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറക്കുകയും ബലിയറക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ആളുകൾക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളഹിയ്യത്ത് അറുത്തത് ലഹാ ബികബിശൈനി അംലഹൈനി, വെള്ള നിറമുള്ള തടിച്ച കൊമ്പുള്ള രണ്ട് കൂറ്റനാടുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളഹിയ്യത്ത് അറുത്തു. വസമ്മ വകബ്ബറ, ബിസ്മി ചൊല്ലുകയും തക്ബീർ പറയുകയും ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രണ്ട് ആടുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉളഹിയ്യത്തിനെ സംബന്ധിച്ച് സഹാബികളിൽ നിന്ന് വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കഴിഞ്ഞ 10 കാലവും ഉളഹിയ്യത്ത് അറുത്തിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രവാചകന്റെ ചരിത്രമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ബലി പെരുന്നാളിനും അറവിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ ഉളഹിയ്യത്ത് അറക്കുവാൻ വേണ്ടി മറ്റാളുകൾക്ക് കൊടുത്തതും സ്വഹാബികൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് ഉളഹിയ്യത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ബലികർമ്മമുണ്ട്. പക്ഷേ ബലിയായി തീരുന്നത് അതിൻ്റെ പിന്നിൽ മഹത്തായ സൂക്ഷ്മതാബോധം തഖ്വയുണ്ടാകുമ്പോഴാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ, ബലിമൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അള്ളാഹുലേക്ക് എത്തുന്നത്. പടച്ചവന് സമർപ്പിക്കുകയാണ്. വിലപ്പെട്ടതെന്തും ജീവൻ പോലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന വലിയ ഒരു സമർപ്പണമാണ് ഈ ബലിക്ക് പിന്നിലുള്ളത്. ചരിത്രം നിങ്ങൾക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വന്തം മകനെ ബലിയിറക്കാനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിൽ പ്രയാധിക്യം വന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിനൊരു സന്താനം ലഭിക്കുന്നത്. തനിക്ക് ലഭിച്ച ഏക മകനെ, ആദ്യ മകനെ അള്ളാഹുവിന് വേണ്ടി ബലിയിറക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ പടച്ചവന്റെ കൽപ്പന അനുസരിക്കുവാൻ അദ്ദേഹം സന്നദ്ധമായി, ആ പുത്രനും സന്നദ്ധമായി. ഖുർആൻ പറഞ്ഞത് ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മകൻ കിടക്കുന്നു,
ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറക്കുവാനുള്ള ആയുധങ്ങളുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അതിന് സന്നദ്ധമായി കഴിഞ്ഞ ഘട്ടത്തിലാണ് അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നത്. സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. സ്വപ്നത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ നിർദ്ദേശം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് വഫദൈനാഹു ബിദബ്ഹിൻ അലീം, ഒരാടിനെ ബലിയിറക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തത്. ആ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ബലിക്ക് പിന്നിലുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതെന്തും സമർപ്പിക്കുവാൻ എന്തുമാത്രം സ്നേഹവും ബന്ധവുമുള്ളതാണെങ്കിൽ പോലും അത് സമർപ്പിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന വലിയ ഒരു സൂക്ഷ്മതയുടെ തഖ്വയുടെ സന്ദേശം ബലിക്ക് പിന്നിലുണ്ട്. ആ ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ബലി അറുക്കുന്നത്. അപ്പോഴേ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം അള്ളാഹുവിൻ്റെ അടുക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തത്, ബലിക്ക് ചില നിയമങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആടാണെങ്കിൽ 1 വയസ്സതിന് പ്രായമായിരിക്കണം. മാട് വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ 2 വയസ്സാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒട്ടകത്തിന് 5 വയസ്സാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ വയസ്സ് തികഞ്ഞതായിരിക്കണം. മാത്രമല്ല പ്രകടമായ വൈകല്യമുള്ളത് ഒഴിവാക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. 4 എണ്ണം ഉളഹിയത്തിന് മതിയാവുകയില്ല എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. 1, കണ്ണിന് വൈകല്യം ബാധിച്ചത്, കാഴ്ചയില്ലാത്തത്. അതേപോലെ വളരെ പ്രകടമായി മുടന്ത് ബാധിച്ച് നടക്കാൻ പ്രയാസമുള്ളത്, വളരെ മെലിഞ്ഞ് ശോഷിച്ചു പോയ മാംസമില്ലാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള മൃഗം. അതേപോലെ തന്നെ പ്രകടമായും വ്യക്തമായ രോഗം ബാധിച്ച് മൃഗം. ഈ 4 എണ്ണം ഉളഹിയത്തിന് കൊള്ളാവുന്നതല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കണ്ണിന് കാഴ്ചയില്ലാത്തതോ അങ്ങേയറ്റം മുടന്ത് ബാധിച്ച് നടക്കാൻ കഴിയാത്തതൊക്കെയാകുമ്പോൾ അതിൻ്റെ മാംസം വേണ്ടത്ര ഗുണം മേന്മയുണ്ടായിരിക്കില്ല. ആവശ്യത്തിന് പുല്ല് തിന്നുവാനും മേഞ്ഞു നടക്കുവാനും കഴിയാത്തതായിരിക്കും. അങ്ങനെയുള്ളതിൻ്റെയൊക്കെ മാംസം ഉദ്ദേശിക്കുന്ന ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നല്ല മാംസമുള്ള, തടിച്ചു കൊഴുത്ത, ആളുകൾക്ക് കഴിക്കാൻ ആഹരിക്കുവാൻ കൊള്ളാവുന്ന മൃഗത്തെയാണ് ബലിയിറക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് നൽകുന്ന നിർദ്ദേശം. അതിന് അറുക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം പെരുന്നാൾ നമസ്കാരം മുതൽ അതിൻ്റെ ശേഷമുള്ള 3 ദിനത്തിലും കൂടിയാണ്. 4 ദിവസമാണ് അറവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടത്. 1 പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷം മുതൽ അന്നേ ദിനം തന്നെയാണ്. അതിൻ്റെ ശേഷമുള്ള 3 ദിനങ്ങൾക്ക് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയും. ആ ദിവസങ്ങളിലും അറുക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, മൻ ദബഹ ബഅദ സ്വലാ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷം ആരെങ്കിലും ബലിയറത്താൽ ഫഖത്തമ്മ നുസുഖുഹു, അവൻ്റെ ബലി പൂർത്തീകരിക്കുന്നു, സമ്പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. വഅസാബ സുന്നത്തൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ചര്യ അവൻ പിൻപറ്റിയിരിക്കുന്നു എന്ന്. മറിച്ച് നമസ്കാരത്തിൻ്റെ മുമ്പാണ് അറുത്തതെങ്കിൽ അത് ഉളഹിയത്തല്ല, അത് ഷാത്തുലഹം, സാധാരണഗതിയിലുള്ള ആടുമാംസം മാത്രമാണ്. അതിലപ്പുറം അതിന് ബലിയുടെ സ്ഥാനമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലി പെരുന്നാൾ ദിനത്തിലെ ഖുത്ബയിൽ ആളുകൾക്ക് നൽകിയ ഉത്ബോധനത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട സമയമായിരിക്കണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. ആടാണെങ്കിൽ ഒരു കുടുംബത്തിന് കുടുംബനാഥൻ അറുക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി കുടുംബനാഥൻ അറുത്താൽ മതി. അത് ആടാണെങ്കിൽ ഒരാൾ അറുക്കുകയാണ് ചെയ്യുന്നത്, അത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും മതിയാകുന്നതാണ്. ഇനി മാടാണ് അറുക്കുന്നതെങ്കിൽ, പശുവോ കാളയോ പോത്തോ അതുപോലുള്ളതിനെയാണ് അറുക്കുന്നതെങ്കിൽ 7 ആളുകൾക്ക് വരെ പങ്ക് ചേർന്നുകൊണ്ടത് നിർവഹിക്കാമെന്നാണ്. സ്വഹാബികൾ പറയുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ 7 വീതം ആളുകൾ ചേർന്നായിരുന്നു ഒരൊട്ടകത്തെ അറുത്തിരുന്നത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് സമൂഹത്തിന് അവസരം വിശാലമാക്കി നൽകിയിരിക്കുന്നു എന്നർത്ഥം. ഒരൊട്ടകം വാങ്ങി അറുക്കുവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷേ അതിലൊരു ഷെയർ ചേരാൻ, പങ്കു ചേരാൻ പലർക്കും സാധിച്ചു എന്ന് വരും. അതേപോലെ ഒരു കാളയോ ഒരു പോത്തിനെയോ വാങ്ങി അറുക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. മറിച്ച് ഷെയർ ചേർന്നുകൊണ്ട് അത് അറുക്കാൻ സാധിച്ചെന്ന് വരും. അങ്ങനെയാണെങ്കിൽ 7 വരെ ഷെയർ ആകാം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്
പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ഉളുഹിയ്യത്ത് അറക്കുക എന്നത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ബലി പെരുന്നാൾ എന്നാണ് പെരുന്നാളിൻ്റെ പേര് തന്നെ. ചെറിയ പെരുന്നാളിന് അരി വിതരണം ചെയ്യണമെന്നാണ് ഇസ്ലാം നിശ്ചയിച്ചത്. ബലി പെരുന്നാളിന് മാംസ വിതരണം നടത്തണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പെരുന്നാൾ ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരും ദരിദ്രരുമായ വീടുകളിലും സന്തോഷമുണ്ടാകണം. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന് അരി എത്തിച്ചു കൊടുത്തും ബലി പെരുന്നാളിന് മാംസം എത്തിച്ചു കൊടുത്തുകൊണ്ടും പാവപ്പെട്ടവൻ്റെ വീടുകളിൽ സുഭിക്ഷത ഉണ്ടാക്കുക എന്നത് ഈ ഓരോ പെരുന്നാളുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഉളുഹിയ്യത്ത് അറുത്ത മാംസം അറുത്ത ആളുകൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം. അതേപോലെ തന്നെ കുടുംബത്തിലും അയൽവാസികളിലും ബന്ധപ്പെട്ട ആളുകളിലും ദരിദ്രരുണ്ടാകാം, സമ്പന്നരുണ്ടാകാം, എല്ലാവർക്കും അതിൻ്റെ മാംസം കൊടുക്കുന്നതിനും യാതൊരു വിരോധവുമില്ല. ഖുർആൻ കൽപ്പിച്ചത് ഫകുലൂ മിൻഹ, നിങ്ങളതിൽ നിന്ന് ഭക്ഷിക്കണം. വഅതിമുൽ ബാഇസൽ ഫഖീർ, ദരിദ്രന്മാർക്ക് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ടത് എടുക്കുക. മിക്ക പ്രദേശങ്ങളിലും 1/3 ഭാഗം എന്ന നിലക്ക് 3ആയി ഓഹരി വെക്കുന്ന രീതിയുണ്ട്. അതിന് ഇസ്ലാമികമായി പ്രത്യേക അടിസ്ഥാനമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗം നമ്മൾ എടുക്കുകയും ബാക്കിയുള്ളത് വിതരണം നടത്തുകയും ചെയ്യുക. ഇതാണ് ഉളുഹിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ മാംസ വിതരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമുസ്ലിങ്ങൾക്ക് ഉളുഹിയ്യത്തിൻ്റെ മാംസം നൽകാമോ എന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, സൗദി അറേബ്യയിലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ, ലോകത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന പ്രമുഖരായ 2 പണ്ഡിതന്മാർ, ഫത്വ കൊടുക്കുന്ന മുഫ്തികൾ, 2 പേരും നൽകിയിട്ടുള്ള മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത, മുസ്ലിങ്ങളെ അവരെ രാജ്യത്തു നിന്ന് ആട്ടി ഓടിക്കാത്ത, മുസ്ലിങ്ങളുമായി സഹകരിക്കുകയും സൗഹൃദത്തിൽ കഴിയുകയും ചെയ്യുന്നവരാണോ അവർക്ക് മാംസം വിതരണം ചെയ്യാം, അവർക്ക് സദഖകൾ കൊടുക്കാം. കാരണം ഖുർആൻ പറഞ്ഞത് അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ ബിർറ് ചെയ്യണം, നന്മ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് അവരുടെ ഫത്വകൾ നമുക്ക് കാണാവുന്നതാണ്. ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ചില ചിട്ടകൾ പാലിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ദുൽഹജ്ജ് മാസം 1 ആകുന്നു, മാസപ്പിറവി ഉണ്ടാകുന്നു. അതിനു മുമ്പേ ഒരാൾ ഉളുഹിയ്യത്ത് അറുക്കണം, അല്ലെങ്കിൽ ഉളുഹിയ്യത്തിൽ ഒരു ഷെയർ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ തങ്ങളുടെ നഖം വെട്ടാതിരിക്കുക, അതേപോലെ മുടി നീക്കാതിരിക്കുക, അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്നാണ്. സാധാരണ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ, ഉംറക്ക് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇതോടനുബന്ധമായി വേറെ കുറേ കാര്യങ്ങളുമൊക്കെ നമുക്ക് നിഷിദ്ധമാണ്. എന്നാൽ ഉളുഹിയ്യത്ത് അറക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉളുഹിയ്യത്ത് അറക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ മുടിയും നഖവും നീക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, മാസപ്പിറവിയായി ഉളുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ആളുകൾ അവരുടെ നഖവും മുടിയും നീക്കാതിരിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം നിഷിദ്ധതയുടേതാണോ അതല്ല മര്യാദയുടേതാണോ എന്ന കാര്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയും അതുപോലെയുള്ള പണ്ഡിതന്മാരുമെല്ലാം ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് അത് നീക്കം ചെയ്യൽ കറാഹത്താണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് പ്രത്യേകം ഒരു സുന്നത്താണ്. ആ ഒരു നിർദ്ദേശമാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിനാൽ ആരാണോ ഈ സന്ദർഭം ഉദ്ദേശിക്കുന്നത് അവർ ഉളുഹിയ്യത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുകയും അതിന് പാലിക്കേണ്ട ചിട്ടകൾ നാം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. വലിയ ഒരു മഹത്തായ ഇബാദത്തുകളിൽ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്തിന് പകരം ഹദിയ എന്നതാണ് അവർക്കുള്ള നിയമം. ഹദിയാണ് അവരറുക്കേണ്ടത്. അറവില്ലാത്ത ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും പല രീതികളും നമുക്ക് കാണാൻ കഴിയും.
അറവ് നിർബന്ധമല്ല. ആ രൂപത്തിലുള്ള ഹജ്ജാണ് ഇഫ്രാദ് എന്ന് പറയുന്ന ഹജ്ജ് മാത്രം നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറവ് നിർബന്ധമല്ല. പക്ഷേ അറവ് എന്നുള്ളത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജാണ് ചെയ്തത്? ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹജ്ജിൽ 63 സ്വന്തം കൈ കൊണ്ടറുത്തു. ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അങ്ങനെ 100 അറുത്തത്. ഓരോന്നിനെയും അറുത്തപ്പോൾ അതിൻ്റെ മാംസത്തിൽ നിന്ന് ഒരു കഷ്ണം ചെമ്പിലേക്കിടുന്നു. എന്നിട്ട് അത് തിളപ്പിച്ച് വേവിച്ചിട്ട് അതിൻ്റെ ചാറ് കുടിക്കുകയും അതിൽ നിന്ന് പ്രവാചകൻ ഭക്ഷിക്കുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായി ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുഷ്കാലവും 63 ആയിരുന്നു. എങ്ങനെയാണ് 63 അറവും ഇതും യോജിച്ചു എന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 അറുത്താൽ മതിയാകുന്നതാണ്. പക്ഷേ 100 അറുത്തിട്ടുള്ളത്. അതിൻ്റെ മാംസം അത്രയും വിതരണം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി തരുന്നത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അറവില്ലാത്ത ഹജ്ജ് എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ഹജ്ജിൻ്റെ ഒരു ഭാഗമാണ് അറവ്. സാധിക്കുമെങ്കിൽ അറവ് നിർബന്ധമല്ലെങ്കിൽ പോലും സാധിക്കുന്ന ആളുകൾ അറുക്കേണ്ടതുണ്ട് എന്നാണ്. പക്ഷെ ഹജ്ജിൻ്റെ അറവ് ഇവിടെ തന്നെയാണ് അറക്കേണ്ടത്, മക്കയിൽ തന്നെയാണ് അറക്കേണ്ടത്. അത് നാട്ടിലല്ല അറുക്കേണ്ടത്, മക്കയിലാണ് ഹജ്ജിൻ്റെ അറവ് നിർവഹിക്കേണ്ടത്. ഇവ സൂചിപ്പിച്ചത് വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. ആ ഉളുഹിയ്യത്ത് നിർവഹിക്കുവാനുള്ള അവസരം വിശാലമായി ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നിനെ അറുക്കുവാൻ സാധിക്കില്ലെങ്കിലും ഒരു ഷെയർ എടുത്തുകൊണ്ട് അതിൽ പങ്കുചേരാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചില പ്രദേശങ്ങളിലൊക്കെ ധാരാളം അറവ് നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അതിനേക്കാളും ആവശ്യമുള്ള മറ്റ് പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുകയും അത്തരം പ്രദേശങ്ങളിൽ അറവിന് വേണ്ടി ബലിക്ക് വേണ്ട പണം നൽകുകയും ചെയ്ത് സൗകര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ വളരെ ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. വല്ലപ്പോഴുമായിരിക്കും അവർ ഒരു മാംസം കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം ഇപ്പോൾ നമ്മുടെ പല സംഘടനാ നേതൃത്വത്തിലെ ആളുകളും വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഇങ്ങനെ അറവിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതും നമുക്ക് കാലികമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. സാധിക്കുന്ന സന്ദർഭത്തിൽ അത് നിർവഹിച്ചാൽ ഒരുപക്ഷെ അതായിരിക്കും പരലോകത്തേക്ക് നമുക്ക് അവശേഷിക്കുക. ഓരോ പെരുന്നാളുകളും കടന്നു പോകുമ്പോൾ ആ പെരുന്നാളുകൾ സന്തോഷമുള്ളതായി തീരുകയും സമൂഹത്തിന് ഉപകാരമുള്ളതായി തീരുകയും ചെയ്യുവാനുള്ള സന്ദേശം കൂടി നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് അറുത്ത സമയത്ത് അല്ലാഹുവേ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ, എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ച സംഗതി വളരെ കൃത്യമായി തന്നെ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ വളരെ പുണ്യം ലഭിക്കുന്ന മഹത്തായൊരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. അവയെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ അവസരം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ ചെയ്യുവാനുള്ള തൗഫീഖും സഹായവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പെരുന്നാളുകൾ ആഘോഷിക്കുന്നതോടൊപ്പം അവയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായ മുന്നേറ്റത്തിനുള്ള അള്ളാഹുവിനോട് അടുക്കുവാനും സാമീപ്യം നേടുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം വർഷിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും സമാധാനവും ഐശ്വര്യവുമുള്ളൊരു ജീവിതം അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് മാത്രം പോകുന്ന സത്യവിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.